വോട്ട് ഫാക്ടറി സ്കൂൾ ഉണ്ടല്ലോ, ആ പോസ്റ്റിനപ്പുറം വരും, ഈ രണ്ടാമത്തെ പോസ്റ്റിനപ്പുറം വരെ വരും. കാർ കിടക്കുന്നതല്ല, അല്ല, അതിനപ്പുറത്ത് മാറി അതും അതിനപ്പുറം മാറി വരും. വാഴ തുടങ്ങുന്ന സ്ഥലം ഒരു 400 മീറ്റർ വരും തോന്നുന്നല്ലേ? വരും ഇല്ല, വേണ്ട, വരും 400 മീറ്റർ വരും. മൊത്തം ഏരിയ എത്രയാണ് ഇതിൻ്റെ? ഇത് ഫ്രണ്ടിൽ കിടക്കുന്ന 10 ഏക്കറിനകത്തുണ്ട്. ഇതിൻ്റെ ബാക്കിലോട്ടാണ് വേറെ പല പാർട്ടിയുടെയും പ്രോപ്പർട്ടി ഉണ്ട്. ഇത് 10 ഏക്കർ ഒരാളുടെ. എന്താണ് അയാളുടെ പേര്? ഇതിൻ്റെ പാർട്ടിയുടെ പേരെന്താ? 10 ഏക്കർ ഒറ്റ ആളുടെ ആണ്. ഒരു ഫാമിലി, അതൊരു ഫാമിലിയുടെ. അതാണ് ഞാൻ ചോദിച്ചത്. ഫാമിലി എന്ന് പറയുമ്പോൾ അത് ഡിവിഷൻ നടന്നിട്ടുണ്ടോ, ഇനി ഡിവിഷൻ വേണ്ടി വരുമോ? അല്ല, ഡിവിഷനൊക്കെ നടന്നായിരിക്കും അവർ കൊടുക്കാൻ തയ്യാറാണോ? എല്ലാ ആളുകളും ഈ ഒരൊറ്റ ടൈറ്റിലിന്റെ ആധാരത്തിൽ 10 ഏക്കർ, അവരുടെ തന്നെ ഒരു ഓഹരിയാണ് അപ്പുറത്ത്. അപ്പൊ ഇത് രണ്ടും കൂടെ 12ആണ്. അല്ല, രണ്ടും കൂടെ 10 ചില്ലറ അല്ലേ? അത് ആവശ്യമുള്ള നമുക്ക് കാണാം അങ്ങോട്ട്. അത് വേറെ ആൾക്കാരുടെ ആണ്. നമുക്ക് നോക്കിയിട്ട് അതൊക്കെ ഇതിന്റെ ബാക്കിൽ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് വാങ്ങാം. അല്ല, ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അത് വേണം ആദ്യം വാങ്ങാം. അതന്നെ. ഇല്ല സാറേ, ഇത് സംസാരിച്ച് സെറ്റിലാക്കി ഒരു ടോക്കൺ കൊടുത്ത് നിർത്തിയിട്ട് ഇതൊരു ടോക്കൺ, ഇതാദ്യം പിടി വേണമല്ലോ. അല്ല, ഇത് നമ്മൾ വാങ്ങിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ അവർക്ക് വില കൂടില്ല അവിടെ. അല്ല, ഈ വാഴ നിൽക്കുന്നതെല്ലാം അത് തന്നെ. ഇവിടെ ഇങ്ങനെ കറങ്ങി ബാക്കി ഇതൊക്കെ വേറെ പറഞ്ഞ ഈ മരച്ചിനിയൊക്കെ ഇട്ടിരിക്കുന്നത് വേറെയാണ്. പിന്നെ അങ്ങോട്ട് വയലും ഉണ്ടോ? വയലും ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് ചേർക്കാം. ഇപ്പം അത് ഈ വയലൊക്കെ നമുക്ക് വാങ്ങിച്ച് ചേർക്കാം, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒക്കെ. ഇപ്പം നമ്മുടെ ഈ ആൾറെഡി ഈ പാർട്ടിയുടെ വകയാണ് ഇത് ഈ കാണുന്ന. ചാത്തന്നൂർ ജംഗ്ഷൻ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ റോഡ് 5 കിലോമീറ്റർ അല്ലേ? അല്ല, ഇതിനിപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ചാത്തന്നൂർ ജംഗ്ഷനിൽ ചെല്ലും 5 കിലോമീറ്റർ. ഇപ്പം നമ്മൾ തിരിച്ചു കറങ്ങി വന്നേ ഉള്ളൂ. അത് 7 കിലോമീറ്റർ. വേറൊരു റോഡൂടെ കാണിക്കാൻ വേണ്ടി അങ്ങനെ. അതെ. വെള്ളത്തിനൊന്നും ഒരു ഇതുമില്ല. കിണറുണ്ട് അവിടെ പമ്പൊക്കെ വെച്ചിരിക്കുന്നല്ലോ, കുളം. ഇവിടെയും ഇപ്പോൾ വെട്ടി ഒരു മോട്ടർ വെച്ചിരിക്കുക. വയലിൽ അവസാനിക്കുകയാണ് അല്ലേ? ചെറുതായിട്ടുള്ളത് തോന്നുന്നു, വലിയ കൃഷിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഇപ്പം ഇവിടെ ആരും ഇല്ലേ? വാച്ചറ അങ്ങനെ ഒന്നുമില്ല. ആളുണ്ട്, ഇപ്പോഴാരും ഇല്ല. ഏതാണ് ബെൻസിയർ? അപ്പോൾ ഈ പ്ലോട്ടെന്നൊരു 10 കിലോമീറ്ററിൽ ഈ ഹോസ്പിറ്റലുണ്ട്.
10 വരുമെന്ന് തോന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വഴിക്ക് അങ്ങ് കൊട്ടിയത്ത് കയറാൻ പറ്റില്ല. നമ്മൾ വന്ന വഴി ഇറങ്ങി വരുമ്പോഴത്തേക്ക് 10 കിലോമീറ്റർ അല്ല ഇവിടെ നിന്നാണെങ്കിൽ 10 അല്ല, 7, 5, 12 വരും. 12. ഈ കോക്കനട്ട് ഒന്നും ഒരു വലിയ ഒന്നും ആയില്ലെന്നും നോക്കിയൊന്നും ആരും കയറി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം രോഗം ഇല്ല സാറേ, ഇതൊക്കെ നല്ലത്. കണ്ടവാനം ഉണ്ടായിരുന്നു പണ്ട് രോഗം ഇതാണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. രോഗം വന്നതൊക്കെ പോയതാ. ഇതും അതങ്ങ് വരും, ഇതിങ്ങനെ അങ്ങ് വന്നോളും. ഞങ്ങൾക്ക് ഇതിന്റെ ഏർപ്പാടാ ഉള്ളത്. ഒരെണ്ണത്തിൽ വരുമ്പോ എല്ലാം അങ്ങ് വന്നോളും. 2-3 മരുന്നടിച്ച് നിർത്തിയിരിക്കും. മരുന്നൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല. മുറിച്ചിട്ട് തെങ്ങ് വേറെ മാറ്റി ഒട്ടം മുറിക്കണം, വന്നു കഴിഞ്ഞാൽ അപ്പം മുറിച്ച് കളയുക. എന്നാൽ ബാക്കിയുള്ള തെങ്ങ് രക്ഷപ്പെടും. നിങ്ങൾ പറയുന്നതിന്റെ ബാക്കിൽ എന്ന് പറയുന്നത് അതാണ്. ഇവർക്ക് വഴി എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് അവർക്ക് വയലിലോ വഴിയൊന്നുമില്ല, വഴിയൊന്നുമില്ല, റോഡൊന്നുമില്ല, റോഡ് ആക്സസ് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വാങ്ങി ഇതിൻ്റെ കൂടെ ചേർക്കാം അതെ. ബാക്കിലോട്ട്. അതിപ്പം നമ്മുടെ താല്പര്യം അനുസരിച്ച് സംസാരിച്ച് ഇതൊരു അങ്ങ് മേടിക്കാം, ബാഗിലോട്ട് അങ്ങ് മേടിച്ചോണ്ടേ പോവാം. ഇത് മേടിക്കാം. പിന്നെ നമുക്ക് നടക്കൽ